ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തനോടും പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ. വ്യക്തമായിട്ട് ആത്മാവ് പറയുന്നു, ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസമുണ്ട്, ദൈവം ഇട്ടിരിക്കുന്ന ഒരു വിളിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. എന്നാൽ ചില വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും, ഭാവം, അതായത് തനിക്കുള്ള വിശ്വാസത്തിൻ്റെ ഒരു 100 ഇരട്ടി താൻ അഭിനയിച്ച് കാണിക്കും. വിശ്വാസമുണ്ടോ? ഒരല്പ വിശ്വാസമുണ്ട്. എന്നാൽ തന്നോട് സംസാരിച്ചാലോ 1000 മടങ്ങ് വിശ്വാസം നമുക്ക് തനിക്കുണ്ടെന്ന് തോന്നും. അതാ പറയുന്നത്, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന്. അപ്പോൾ നമുക്ക് എന്തുണ്ടാകണം? ഒരു സുബോധം ഉണ്ടാകണം പ്രിയരെ. വിശ്വാസം ദൈവം തരുന്നത് തന്നെയാണ്. ദൈവം തരുന്നത് തന്നെയാണ് വിശ്വാസം. എനിക്ക് വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞ്, വിശ്വാസമുണ്ട്, ദൈവം എന്നെ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് കടലിലോട്ടെടുത്ത് ചാടാൻ പറഞ്ഞിട്ട് അത് വിശ്വാസം എന്ന് പറയുന്നതല്ല വിശ്വാസം. വിശ്വാസത്തിന് അതിൻ്റേതായിട്ടുള്ള ആധികാരികതയുണ്ട്. കർത്താവിനെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് സാത്താൻ പറഞ്ഞു, ചാടിക്കോ, ദൂതന്മാർ താങ്ങിക്കോളൂ. കർത്താവിന് മുകളിൽ നിന്ന് ചാടിയാൽ ദൂതന്മാർ താങ്ങുമെന്നും ഒന്നും സംഭവിക്കത്തില്ലെന്നും കർത്താവിന് നന്നായിട്ടറിയാം. നമ്മുടെ കർത്താവ് ദൈവപുത്രനാണ്. എന്നാൽ സാത്താൻ്റെ വാക്കിൻ്റെ മുമ്പേ യേശു അതൊന്നും തെളിയിക്കാനല്ല നിൽക്കുന്നത്. കർത്താവ് അവിടേക്ക് വചനം അയച്ച് അവിടെ നിന്ന് മാറുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം അങ്ങോട്ട് വെളിപ്പെടുത്തുന്നവരുണ്ട്, വേണ്ടെന്നല്ല, നിശ്ചയമായിട്ടും വിശ്വാസം വെളിപ്പെടുത്തണം, വിശ്വാസം പ്രവർത്തിക്കണം. പക്ഷേ എല്ലാറ്റിനും ഒരു പരിജ്ഞാനമുണ്ട്. അതാണ് അവിടെ പറയുന്നത്, സുബോധമാകുമെന്ന്. നമുക്ക് എന്തുണ്ടാകണം? സുബോധം ഉണ്ടാകണം. ജാതികളെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയെ വിരൽ ചൂണ്ടാൻ അനുവദിക്കുമാറ് ആവശ്യമില്ലാത്ത വിശ്വാസത്തിലോട്ട് പ്രവേശിക്കാതെ ദൈവം അവനവന് തന്ന അളവിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.